സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു കാലഘട്ടമായിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ വളരെ ഗൗരവമേറിയ ആശങ്ക ജനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ചില വാർത്തകളാണ് യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഈ തീവ്രവാദ ഭീഷണി മൂലം, ഭീകരാക്രമണ ഭീഷണി മൂലം യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ, ന്യൂ ഇയർ ആഘോഷങ്ങൾ അത് വെട്ടിച്ചുരുക്കുന്നു, ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ? ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇത് ചെയ്യുന്നവരുടെ, അല്ലെങ്കിൽ ക്രിസ്മസ് മാർക്കറ്റുകൾ, ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നവർ, അതിനെ ടാർഗറ്റ് ചെയ്യുന്നവർ, അതിൽ പങ്കെടുക്കുന്നവരെ വകവരുത്താൻ ശ്രമിക്കുന്നവരുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ്? അത് യൂറോപ്പിൻ്റെ മണ്ണിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. ലോകവ്യാപകമായി ഇക്കൂട്ടർ അതേ അജണ്ട ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും നിരീക്ഷണങ്ങളുമാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജിയനോടൊപ്പമുള്ളത് റോബിൻ ജോൺ. റോബിൻ ജോൺ, വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളിന്ന് നിലപാട് പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിലപാട് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ പല എപ്പിസോഡുകളിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വരുന്ന അനധികൃത കുടിയേറ്റം, അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ മറവിൽ ചിലർ ഇസ്ലാമിസ്റ്റുകൾ ഒളിച്ച് കിടത്തിയ ആ ഒരു അധിനിവേശം, അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മുടെ ആശങ്കകൾ, പലതരത്തിലുള്ള ആശങ്കകൾ നമ്മൾ പല നിലപാട് പ്രോഗ്രാമുകളിലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പങ്കുവച്ചിരുന്നു. നമ്മുടെ ആശങ്കകളെ കൃത്യമായിട്ട് സാധൂകരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളുടെ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്, ആ സംസ്കാരത്തോട് ഇഴചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ് ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയർ ആഘോഷവും എന്ന് പറയുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സീസണിലെ പല ക്രിസ്മസ് മാർക്കറ്റുകൾ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ, ചിലത് വെട്ടിച്ചുരുക്കേണ്ടി വരുന്നു, ചിലത് കർശന സുരക്ഷാ സംവിധാനങ്ങളുടെ നടുവിൽ നടത്തേണ്ടി വരുന്നു, ചില ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു എന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്തകളാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങൾ, വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണികൾ. പ്രത്യേകിച്ച് ആ തീവ്രവാദ ഭീഷണികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള അഭയാർത്ഥികളാണ്, അല്ലെങ്കിൽ അവർ നടത്തുന്ന ആക്രമണങ്ങളാണ്. അതായത് ഇസ്ലാമിസ്റ്റ് മനോഭാവമുള്ള അഭയാർത്ഥികളാണ്. അപ്പോൾ ഈ പറയുന്ന യൂറോപ്യൻ സംസ്കാരത്തോട് ഇഴചേർന്ന് കിടക്കുന്ന പലതും ആ നാട്ടിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാനുള്ള നീക്കത്തിൻ്റെ ഒരു ആരംഭമാണ്, തുടക്കമാണ് ഇത്. അതായത് ഭയപ്പെടുത്തി അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങൾ, അല്ലെങ്കിൽ അത്തരം സംസ്കാര രീതികൾ യൂറോപ്പിൻ്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുന്നു. ആ സ്ഥാനത്തേക്ക് തങ്ങളുടെ ആചാരങ്ങൾ, തങ്ങളുടെ സംസ്കാരം, തങ്ങളുടേതായിട്ടുള്ള രീതികൾ അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടുള്ള, അതായത് ഈ കൂട്ടർ നടത്തുന്ന ഒരു സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഏറ്റവും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയപ്പെടുത്തി ഇത്തരം കാര്യങ്ങളിൽ നിന്നും യൂറോപ്യൻ ജനതയെ പിൻവലിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു, പേടിപ്പിക്കുന്നു, ഭീതിപ്പെടുത്തുന്നു. അതിൻ്റെ സ്ഥാനത്ത് പയ്യെ തങ്ങളുടേതായിട്ടുള്ള രീതികൾ അടിച്ചേൽപ്പിക്കുന്നത് കൃത്യമായിട്ടും ഒരു അധിനിവേശത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് എന്നത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ റോബിനിലേക്ക് വരുമ്പോൾ, റോബിൻ, അത് കാലങ്ങളായി നമ്മൾ പറയുന്ന ആശങ്കകൾക്ക് ഒരു സാധൂകരണം, അല്ലെങ്കിൽ കൃത്യമാണ്, അല്ലെങ്കിൽ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദുരവസ്ഥയ്ക്ക് പിന്നിൽ നമുക്കറിയാം, ഈ ഇസ്ലാമിസ്റ്റ് അഭയാർത്ഥികളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഒരു പരിധിവരെ ഇത്തരം യൂറോപ്പിലെ പല ഭരണകൂടങ്ങളുടെയും നേതാക്കളുടെയും ഒരു വിവേകമില്ലായ്മ, ഒരു ദീർഘവീക്ഷണമില്ലായ്മയുടെ ഒരു പരിണിത ഫലം തന്നെയല്ലേ ഇപ്പോൾ യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ട് കാലം മുതലേ ഈ അധിനിവേശങ്ങൾ നടത്തുമ്പോൾ, പല രാജ്യങ്ങളിലേക്ക് അധിനിവേശങ്ങൾ നടത്തുമ്പോൾ അവർ ആ ജനങ്ങൾക്ക് കൊടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ ഇതായിരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നികുതി അടയ്ക്കുക എന്നുള്ള ഈ രണ്ട് ഓപ്ഷനുകളായിരുന്നു. ഈ രണ്ട് ഓപ്ഷനുകളും നിങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ അവരെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് മുന്നിലുള്ളത്. അത് ഈ അടുത്ത കാലത്ത് യൂറോപ്പ് ഒരു മത നേതാവ് തന്നെ അത് കൃത്യമായിട്ട് പറയുന്നതിൻ്റെ ഒരു വീഡിയോ വൈറലായിട്ട് പ്രചരിക്കുകയുണ്ടായി. കാരണം ഇതാണ് കൊടുക്കുന്ന ഓപ്ഷൻ, ഇതാണ് ആളുകൾക്ക് എന്ന് പറയുന്നത്, കൺവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും നമ്മൾ ഇത് ഇപ്പോൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് നടപ്പിലാക്കി വന്നതിൻ്റെ മറ്റൊരു രൂപമാണ് യൂറോപ്പിലും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിലാണെങ്കിലും ഭീകരാക്രമണം നടന്നതാണെങ്കിലും അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ്, അവരെ സംബന്ധിച്ചുള്ള ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ.
അപ്പോൾ യൂറോപ്പിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് ഇപ്പോൾ ക്രിസ്മസ് മാർക്കറ്റുകൾ, ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് അവിടെ ഇതുപോലെ പലസ്തീൻ അനുകൂലികൾ എന്ന പേരിൽ അവിടെ പോയിട്ട് ആളുകൾ അള്ളാഹു മാത്രമാണ് ഏകദൈവം, അല്ലാതെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ജയ് വിളിക്കുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതായിട്ട് കാണുകയുണ്ടായി. അതുപോലെ തന്നെ യൂറോപ്പിലെ പല ക്രിസ്മസ് മാർക്കറ്റുകൾ ഇവർ പലസ്തീൻ അനുകൂല റാലി എന്നുള്ളതിൻ്റെ പേരിൽ ഇവർ കയറി അലങ്കോലമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൂടാതെയാണ് ഈ ക്രിസ്മസിൻ്റെ ഈ കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുകളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂറോപ്പ് എന്താണ് അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആധുനിക കാലത്തെ യൂറോപ്പ് അവരെ വിശേഷിപ്പിക്കുന്നത് സെക്കുലർ സ്റ്റേറ്റുകൾ എന്നാണ്, അല്ലാതെ ക്രിസ്ത്യൻ സ്റ്റേറ്റുകളെന്നോ ക്രിസ്ത്യൻ ട്രഡീഷൻ ഉണ്ടെന്നോ ഞങ്ങളുടെ ക്രിസ്ത്യൻ ട്രഡീഷൻ എന്നോ ഒന്നും അവർ പറയാൻ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് അവരുടെ സെക്കുലർ സ്റ്റേറ്റുകൾ. ആ സെക്കുലർ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ കൺസെപ്റ്റിലുള്ള സാധനമാണ്. ആ ഇടതുപക്ഷ കൺസെപ്റ്റിലുള്ള സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അതിൻ്റെ ഉള്ളിൽ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു അങ്ങനെ ഒരു വേർതിരിവും അവരെ സംബന്ധിച്ചില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നു. അങ്ങനെയാണ് അവർ ആ സെക്കുലർ സ്റ്റേറ്റിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. ഇതേ ഇടതുപക്ഷ അനുഭാവമുള്ള ഗവൺമെൻറ്റുകൾ തന്നെ ഇതേ ഇസ്ലാമിസ്റ്റുകൾ കാണിക്കുന്ന അതേ ആക്രമണ മനോഭാവം പലപ്പോഴായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് നേരെ രൂക്ഷമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ കാണിക്കുന്നതിന് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കാരണം അവർ ഈ മത സിമ്പലുകൾ ഒന്നും ഇവിടെ സ്കൂളുകളിലോ അതുപോലെയുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലോ പൊതുവായിട്ടോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല, പൊതുവായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഗേ സെക്സ് മാര്യേജുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ ബൈബിളിൻ്റെ ഉള്ളിൽ തന്നെ വളരെ ക്രൂരമായ പരാമർശങ്ങളുണ്ട്, സെൻസർ ചെയ്യേണ്ട അവസ്ഥയുണ്ട് എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ബ്രിട്ടനിൽ പബ്ലിക്കായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ പിടിച്ച് ജയിലിലിടുന്ന JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ അത് പബ്ലിക്കായിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പബ്ലിക്കായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഒരാളെ ബ്രിട്ടനിൽ ഒരു ക്രിസ്ത്യനെ പിടിച്ച് ജയിലിലിട്ട സാഹചര്യം ഉണ്ടായത്. ഇതുപോലെ വളരെ രൂക്ഷമായ അടിച്ചമർത്തലിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ പല ദേവാലയങ്ങളിലും അവിടെ ആക്രമണങ്ങൾ നടക്കുന്നതിൻ്റെ പിന്നിൽ, അതുപോലെ കത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഇടതുപക്ഷ എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് വെച്ചാൽ തീവ്ര ഇടതുപക്ഷ അനുഭാവികളാണ് എന്നുള്ളത് ഈ ഇസ്ലാമിസ്റ്റുകൾ കുടിയേറി വരുന്നതിന് മുന്നേ തൊട്ടേ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ ഇസ്ലാമിസ്റ്റുകൾ കൂടി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്തുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ ഇത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇവരിതെല്ലാം ചെയ്യുന്നതിന് ഇപ്പോൾ പലസ്തീൻ അനുകൂല റാലിയാണ് നടക്കുന്നത് എങ്കിലും, ഗാസയിൽ കുട്ടികൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള റാലിയാണ് നടക്കുന്നതെങ്കിലും, ഇതെല്ലാം അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ പരമ്പരാഗതമായി ചെയ്തു വന്ന മതം വ്യാപിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇതെല്ലാം മതപ്രചാരണത്തിൻ്റെ ഭാഗമാണ്. അവർ ആ പലസ്തീൻ അനുകൂല റാലികളിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സിമ്പലുകൾ ശ്രദ്ധിച്ചു നോക്കുക, അവരതിൻ്റെ മോൾഡ് ചെയ്യുന്ന രീതികൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതെല്ലാം ഒരു മതപ്രചാരണത്തിൻ്റെ ഭാഗമാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ഈ യൂറോപ്യൻ മേഖലയിൽ ഇസ്ലാമിൻ്റെ അധിനിവേശത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഇസ്ലാമിസം പ്രചരിപ്പിക്കുവാൻ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫണ്ടുകൾ ഒഴുക്കുന്നുണ്ട്. തുർക്കിയിൽ നിന്നാണെങ്കിലും സൗദിയിൽ നിന്നാണെങ്കിലും അവിടെയുള്ള മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ക്ലർക്കുകൾ വന്ന് അവിടെ കൃത്യമായിട്ട് റാഡിക്കലൈസ് ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഇറാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇന്നാൾ ജർമ്മനി ഇറാൻ്റെ കുറേ ഇതുപോലുള്ള കാര്യങ്ങളെ പൊളിച്ചു കളയുന്ന സാഹചര്യം, ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് വ്യാപകമായി യൂറോപ്പിൽ നടക്കുന്നുണ്ട്. യൂറോപ്പിൽ അവിടെ നടക്കുമ്പോൾ അവർക്ക് എതിർപ്പില്ലാതെ വരുന്നതിൻ്റെ കാരണം യൂറോപ്പ് സെക്കുലറാണ്, അവർക്കതിനുള്ള സാധ്യതയുണ്ട് അവിടെ, അത് അനുവദനീയമാണ്. പക്ഷേ യൂറോപ്പിന് അടിസ്ഥാനപരമായ ഒരു ക്രിസ്ത്യൻ കൾച്ചർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ക്രിസ്ത്യൻ കൾച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനും ഉയർത്തിപ്പിടിക്കാനും അവിടെ ഇന്ന് ആളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു വസ്തുത കൂടി ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ബ്രിട്ടനിലെ കുരിശുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് അവിടെ വലിയ റാലി നടക്കുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇസ്ലാമിക കുടിയേറ്റം യൂറോപ്പിലേക്ക് ഉണ്ടാകുന്നതിന് മുൻപ് ക്രിസ്ത്യാനിറ്റിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ക്രിസ്ത്യാനിറ്റി അവിടെ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു വംശനാശം വന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ശരിക്കും ഇസ്ലാമിക കുടിയേറ്റം ഉണ്ടാകുന്നത്. അത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു അനുഗ്രഹമായി മാറി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് യൂറോപ്യൻസ് സ്വയം ചിന്തിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ എന്തുവാണ് എന്നുള്ളത്. അതുവരെ അവർ ഈ സെക്കുലറിസം ഉയർത്തിപ്പിടിക്കുകയും ഞങ്ങൾ വളരെ സമാധാനമാണ്, സന്തോഷമാണ്, സെക്കുലറിസം കാരണം ഞങ്ങൾക്കെല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഭയങ്കര അഹങ്കാര മനോഭാവമായിരുന്നു യൂറോപ്യൻസിനുണ്ടായിരുന്നത്. അതേപോലെ ക്രിസ്ത്യാനിറ്റിയെ അവർ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മാക്സിമം, അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിൻ്റെ, അവഹേളിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മാക്സിമം അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
ആ സമയത്ത് ഇസ്ലാമിക കുടിയേറ്റം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഇവർക്ക് തുടർച്ചയായിട്ട് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ചിന്തിക്കാൻ തുടങ്ങിയിട്ട് അയ്യോ ഇപ്പം ഞങ്ങളുടെ ട്രഡീഷനും ഞങ്ങളുടെ അസ്തിത്വം ഒക്കെ എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും അവർ ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഈ ഒരു തലമുറ മാറി അടുത്തൊരു തലമുറ വരുമ്പോഴത്തേനും ക്രിസ്ത്യാനിറ്റി പഴയതുപോലെ യൂറോപ്പിൽ വീണ്ടും ശക്തമായി തിരിച്ചു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. യഥാർത്ഥ കാരണം ശരിക്കും ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇസ്ലാമിക ഈ ആക്രമണം മാത്രമല്ല, ഇവർ ഈ ആക്രമണം എന്ന് പറയുമ്പം ഈ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നൊരു 20% മാത്രമേ ഈ ആക്രമണ മനോഭാവങ്ങളിൽ അവിടെ കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവർ ക്രിസ്ത്യാനിറ്റിയെ താറടിച്ച് കാണിക്കുന്നത്, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് പ്രചാരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഒരുപാട് അജണ്ടകളോട് കൂടിയിട്ടുള്ള പ്രചാരണങ്ങൾ അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഗവൺമെൻറ്റിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഈ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൻ്റെതായി നടക്കുന്ന, ഇപ്പോൾ ഈ പലസ്തീൻ്റേതാണെങ്കിലും അത് ഗാസയ്ക്ക് വേണ്ടിയാണെങ്കിലും അവിടെ നടക്കുന്ന പ്രചാരണങ്ങളെല്ലാം മതം പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാണ്. അതുമാത്രം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല. മതം മാറ്റുന്നതിനുള്ള, മതപ്രചാരണത്തിനുള്ള ഉപാധികൾ മാത്രമാണ് അതെല്ലാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുക. മറ്റൊന്ന്, ക്രിസ്ത്യാനിറ്റി യൂറോപ്പിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കിതുകൂടെ പറഞ്ഞു വയ്ക്കാൻ കഴിയും. നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു 2-3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇത്തരം ആഘോഷങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ആ ഒരു ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഒരു സാഹോദര്യത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അപ്പോൾ അത് തകർക്കുക, ഇത്തരം ആഘോഷങ്ങളിലേക്ക് യൂറോപ്യൻ ജനത വരാതിരിക്കുന്നു, അപ്പോൾ അത് തകർക്കുക, അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മാത്രമല്ല ഈ കൂട്ടർക്ക്, അതായത് ഈ തീവ്രവാദികൾ കൃത്യമായിട്ടും അറിയാം ഈ അടിക്കേണ്ട പോയിന്റ്സ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഭീതിയോടുകൂടി തന്നെ ക്രിസ്മസിനെ നോക്കിക്കാണേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്ത രീതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ. അത് കാറിൻ്റെ രൂപത്തിലാണോ, കത്തിയുടെ രൂപത്തിലാണോ, തോക്കിൻ്റെ രൂപത്തിലാണോ കാലൻ വരിക, അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദികൾ വരിക എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു അവസ്ഥ. അതായത് നൈജീരിയയിൽ ബോക്കോ ഹറാമോ ഫുലാനി തീവ്രവാദികൾ ക്രിസ്മസ് കാലഘട്ടത്തിൽ എന്താണ് നടത്തുന്നത്, അതിൻ്റെ മറ്റൊരു വേർഷനാണ് യൂറോപ്പിൽ നടത്തുന്നത്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു സാംസ്കാരിക അധിനിവേശം, ഈ കൾച്ചറൽ ഇൻവേഷൻ ഈ യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് നടത്തുക എന്നത് തന്നെയാണ്. അപ്പോൾ ജോൺ, നമ്മൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷൻ ഇപ്പോൾ റോബിൻ പങ്കുവച്ചു. അക്ഷരാർത്ഥത്തിൽ നാം നോക്കുമ്പോൾ യൂറോപ്പ് അതിൻ്റെ ഒരു ക്രൈസ്തവ വേരുകളിൽ നിന്നും വ്യതിചലിച്ചത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ളൊരു അപജയം യൂറോപ്പിന് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അതേ സംഭവങ്ങൾ ബാബിലോണിയൻ സംസ്കാര കാലഘട്ടത്തിൽ ഇസ്രായേൽ ജീവിച്ചിരുന്നു. ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന്, യൂദ എന്ന രാജ്യത്തിന് ഒരു ഗോൾഡൻ കാലഘട്ടം ഉണ്ടായിരുന്നു, സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. ദാവീദ് കാലഘട്ടം, അതിനുശേഷം സോളമൻ, പിന്നീട് റഹ്ബാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ രണ്ടായി പിരിയുന്നു. അങ്ങനെ ഒരു വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ചരിത്രം അവസാനിക്കുന്നത്, ഇസ്രായേൽ എന്ന രാജ്യം അവസാനിക്കുന്നത് സദക്കിയയുടെ കാലഘട്ടം, ജർമ്മയുടെ കാലഘട്ടത്തിലാണ്. അതായത് സദക്കിയ രാജാവിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇതിനു മുമ്പ് ഈ ഒരു കാലഘട്ടം എങ്ങനെയാണ് ഇസ്രായേൽക്കാർ ഓടി ബാബിലോൺകാരുടെ അടിമകളായിട്ട്, നെബൂസരാദാൻ വരുന്നു, ജെറുസലേം ദേവാലയത്തിന് തീയിടുന്നു, ഇസ്രായേൽക്കാരെല്ലാം അടിമകളായിട്ട് ബാബിലോണിലേക്ക് നാട് കടത്തുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ 136-ാം സങ്കീർത്തനം രചിക്കുന്നത്. ബാബിലോണിലെ ഈ തീരത്ത് വസിക്കുമ്പോൾ വലിയൊരു പാട്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പാട്ട് റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറഞ്ഞ വലിയൊരു പാട്ട്. ഓക്കെ, ഈ പാട്ട് രചിക്കുന്നത് ഇത് തന്നെയാണ്, ഈ വലിയൊരു വിഷമത്തെ ഓർത്ത്. അപ്പോൾ ഈ ഒരു വലിയൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ആദ്യം സംഭവിച്ചൊരു കാര്യമാണ് ദേ ഫോർസേക്ക് ദ ലോർഡ് ജീസസ്, ദേ ഫോർസേക്ക് ദ ഗാഡ് ഓഫ് ഹൈ, മോസ്റ്റ് ഹൈ. സത്യദൈവത്തെ അവർ പരിത്യജിച്ചു. എന്നിട്ട് അന്യദൈവന്മാരുടെ പുറകെ പോയി. അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഇതാണ് അവർക്ക് ഇസ്രായേൽക്കാർക്ക് സംഭവിച്ച, പഴയ നിയമഗ്രന്ഥത്തിൽ ഞാൻ നോക്കുമ്പോൾ പറയാണ്, ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്ക്, ഇത് തിരുത്താൻ വേണ്ടി പല പ്രവാചകന്മാരെയും പലരെയും അയക്കുന്നുണ്ട്. ജർമ്മിയ പ്രവാചകൻ അയക്കുന്നുണ്ട്, ഏഷ്യ പ്രവാചകൻ അയക്കുന്നുണ്ട്, അങ്ങനെ പല പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും ഇത് കേൾക്കാൻ സമ്മതിക്കുന്നില്ല. ഇവർ ചെയ്തുകൊണ്ടിരുന്ന പാവപ്രവർത്തികൾ ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നു. അത് എവിടേക്ക് നുഴഞ്ഞു കയറുകയാണ്? വിശുദ്ധ സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിലേക്ക് എൻ്റെ മഹത്വം വിട്ടുപോകുന്ന ഒരു കാര്യത്തെ പറ്റി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അവിടെ മ്ലേച്ഛതകൾ നോക്കുക, ധൂപം ആർക്ക് വേണ്ടി അർപ്പിക്കുന്നത് നോക്കുക എന്ന് പറഞ്ഞിട്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ അതേ കാര്യം അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ ഏറ്റവും പരിണിത ഫലമാണ് എക്സൈൽ, പലായനം ചെയ്യുക എന്നുള്ളത്. അവർക്ക് ആ രാജ്യം നഷ്ടപ്പെടുക എന്നുള്ളത്. തുർക്കിയിൽ സംഭവിച്ചതിൻ്റെ ഒരു ഭാഗം, സിറിയയിൽ സംഭവിച്ചതിൻ്റെ ഒരു എക്സാമ്പിൾ. സിറിയയിലും തുർക്കിയിലൊക്കെ എന്തൊക്കെ സംഭവിക്കാമെന്ന് വെളിപാട് പുസ്തകത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതേ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിച്ചു? ഒന്നാമത്തെ കാര്യം, അവർ സത്യദൈവത്തെ അവർ മറന്നു, അവർ വേണ്ടാന്ന് വെച്ചു, പ്രമാണങ്ങൾ ലംഘിച്ചു. ദേവാലയത്തിൽ പോലും അശുദ്ധി
അല്ലെങ്കിൽ ഒരിക്കലും വിചാരിക്കാൻ പാടില്ലാത്ത തിന്മ കടന്നുകൂടി ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് വന്നു. അവരുടെ സ്ത്രീകൾ പരസ്പരം അവമാനിതരാക്കാൻ ദൈവം അവരെ വിട്ടുകൊടുക്കൂ, അല്ലെങ്കിൽ പുരുഷന്മാർ പരസ്പരം അവമാനിതരാക്കാൻ അവർ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവസ്ഥ യൂറോപ്പിൽ കടന്നു വന്നു. എന്ത് സംഭവിച്ചു? അതാണ് വീണ്ടും ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, മൈ പീപ്പിൾ ഹാവ് ഗോൺ ഇൻ ടു ക്യാപ്റ്റിവിറ്റി ബിക്കോസ് ദേ ഹാവ് നോ നോളജ്, ദേ ഹാവ് ഫോർസേക്കൺ ദ ലോർഡ്. ദൈവത്തെ അവർ ഉപേക്ഷിച്ചു, അവർ ദൈവത്തെ മറന്നു കളഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് അജ്ഞത ബാധിച്ച് അവർ തടവിലേക്ക് അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ്. എക്സാക്ട്ലി ഒരു മാറ്റവും ഇല്ല. ചരിത്രം ആവർത്തിക്കുകയാണ് യൂറോപ്പിൻ്റെ മുന്നിലൂടെ. ഇതൊരു ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തം വെച്ച് യൂറോപ്പിനെ നമുക്ക് അവതരിപ്പിക്കാം. ക്രൈസ്തവ വേരുകൾ മുറിഞ്ഞു പോകാൻ കാരണം അവർ തന്നെയാണ്. അവരത് വേണ്ടാന്ന് വെച്ചു. ആദ്യം തന്നെ ദൈവത്തെ അവരന്വേഷിച്ചു. ഈ യൂറോപ്യൻ ഒരു സംസ്കാരം വളർന്നു എന്ന് പറഞ്ഞ് അമേരിക്ക അവിടെ നിൽക്കട്ടെ, യൂറോപ്യൻ സംസ്കാരം എന്ന് വളർന്നു വന്നത് ആദ്യം ചരിത്ര വേരുകൾ നോക്കുമ്പോൾ അവിടെ ക്രിസ്തുമതം പ്രഘോഷിക്കപ്പെടുന്നു, വിശുദ്ധരായ മനുഷ്യരുണ്ടാകുന്നു. ഈ വിശുദ്ധരായ മനുഷ്യർ കൂടുതലായിട്ട് ക്രിസ്തുമതം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു ക്രൈസ്തവ സമൂഹം അവിടെ യൂറോപ്യൻ മണ്ണിൽ വർദ്ധിച്ചു വരികയാണ്. അതേസമയം ഈസ്റ്റേൺ ഭാഗത്തുണ്ട്. ഈസ്റ്റേൺ ഭാഗത്ത് മരുഭൂമിയിൽ പിതാക്കന്മാർ എന്ന് പറഞ്ഞ് നോമ്പും പ്രായച്ചിത്തവും ഉപവാസം കിടത്തുന്ന വലിയൊരു താപസന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം സാവധാനം ഈ ചരിത്രത്തിൽ നിന്ന് സമ്പത്ത് ലഭിക്കുമ്പോൾ, മനുഷ്യന് കൂടുതൽ അംഗീകാരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പുതിയ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങൾ ഈ മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് വരുമ്പോൾ, അറിവ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ ഈ താപസന്മാർ, ഇതുപോലെയുള്ള ദൈവത്തിന് മാത്രം പ്രതിഷ്ഠിക്കപ്പെടുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ വിശുദ്ധമാക്കിയിരിക്കേണ്ട ദേവാലയം, അതിനുള്ള പ്രാധാന്യം കുറഞ്ഞു. മനുഷ്യൻ കൂടുതൽ ലൗകിക കാര്യങ്ങളിലേക്ക്, അതായത് വെറും ലൗകിക കാര്യങ്ങളിലേക്ക് മാത്രം ഒഴുകി ദൈവത്തെ അവർ പരിത്യജിക്കുന്നു. അങ്ങനെ ലൗകിക കാര്യങ്ങളിലേക്ക് മുഴുക മാത്രമല്ല ചെയ്യുന്നത്, പ്രകൃതി വിരുദ്ധമായ തിന്മകളിലേക്ക് ആ മനുഷ്യർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ പിന്നെ കടന്നുകൂടിയാണ്, അവരുടെ പിന്നെ മനസ്സിൽ അജ്ഞത കൂടുകയാണ്. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകൻ 5:13 വീണ്ടും പറയുന്നത്, അജ്ഞത ബാധിച്ച അവർ അന്ധകാരത്തിലേക്ക്, അടിമത്തത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ്. അവരുടെ മനസ്സിൽ സെക്യുലറിസം വരുന്നു. കർത്താവിന് വേണ്ട സെക്യുലറിസം വരുന്നു. ഫ്രാൻസ് ഫോർ എക്സാമ്പിൾ, സെക്യുലറിസം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ മനസ്സിൽ അന്ധത ബാധിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർ വിവേകമില്ലാത്തവരായിട്ട് മാറുന്നു. ആരെ അവരുടെ നാട്ടിൽ കയറ്റണം, എങ്ങനെ കയറ്റണം എന്നുള്ളൊരു വിവേകം മറന്ന് എല്ലാവർക്കുമായിട്ട് അവരുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. അതേസമയം ഇവരുടെ യഥാർത്ഥ ദൈവത്തിൽ, അല്ലെങ്കിൽ പഴയ അവരുടെ പിതാക്കന്മാർ ആരാധിച്ച ദൈവത്തിൽ അവർക്കൊരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു സംസ്കാരം മാത്രം അവർ ബാക്കി നിർത്തുന്നു. ആത്മാവില്ലാത്ത സംസ്കാരങ്ങൾ കുട്ടമയായി തീരുന്ന ഒരു വ്യക്തിത്വം മാറുന്നു. അങ്ങനെ വരുമ്പോൾ വേറൊരു സംസ്കാരം, അതായത് ബാബിലോണിയക്കാർ എങ്ങനെയാണോ ജെറുസലേം ദേവാലയത്തെ അഗ്നിക്കിരയാക്കിയത്, അതേ ഒരു സംസ്കാരത്തിൽ പെടുന്ന ഒരാൾക്കാർ, പ്രാകൃതരായ ചിന്താഗതിക്കുള്ള ഒരാൾക്കാർ അവിടെ കയറി വരുന്നു. അവരുടെ പൈതൃകങ്ങളായ സംസ്കാരങ്ങളെല്ലാം അവർ അധിനിവേശം ചെയ്യുന്നു. സാവധാനം അത് അവർക്കൊരു ഭീതിയില്ല, പേടിക്കാനില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരുടെ വിശ്വാസം, അല്ലെങ്കിൽ സംസ്കാരം, വിശ്വാസത്തിനേക്കാൾ ഉപരി സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥ പൈതൃകപ്പെടുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ ആഘോഷങ്ങളിലേക്ക്, പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക്, ഭയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു ചെല്ലാണ്. കാരണം എന്തുകൊണ്ടാണ്? സത്യദൈവത്തെ അവർ വിസ്മരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്കുണ്ടായൊരു വിപത്ത്. പണ്ട് കാലത്ത് നമ്മൾ പറയാല്ലേ, പണ്ട് കാലത്ത് ഒരു സാമ്രാജ്യ അധിനിവേശം ചെയ്യുന്നത് വലിയൊരു യുദ്ധം, അങ്ങനെയുള്ള കലാപങ്ങളിലൊക്കെ കൂടെയൊക്കെയാണ്. ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെയല്ല. മിസ്റ്റർ റോബി മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സൈഡ് നോക്കുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് വന്നു, അത് വൈറസ് വ്യാപിക്കുന്ന പോലെ പെറ്റുപെരുകിനി വ്യാപിക്കുന്നു. അങ്ങനെ ഒരു സാമ്രാജ്യം, അവിടെ ആൾക്കാരെണ്ണം കൂടുന്നു. അങ്ങനെ അവർ ആ സാമ്രാജ്യം അവരുടെ കയ്യിലെടുക്കാൻ നോക്കുന്നു. പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അത് ഈ യൂറോപ്യന്മാർ വിവേകമില്ലാത്തവരായിപ്പോയി എന്നതാണ്. ഏറ്റവും ബുദ്ധിയുണ്ട് അവർക്ക്, തീർച്ചയായിട്ടും ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, വിവേകം നഷ്ടപ്പെടുന്നു. വിവേകം നഷ്ടപ്പെടുന്നത് പിന്നെ എന്താ പറയുക, അതിൻ്റെ കോൺസിക്വൻസ് വളരെ വലിയതായിരിക്കും. വിവേകം നഷ്ടപ്പെടുന്നത് ദൈവത്തിലുള്ള ഒരു വിശ്വാസം കുറയുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ മറ്റൊരു സാമ്രാജ്യം, അല്ലെങ്കിൽ മറ്റൊരു അധിനിവേശ ശക്തി ഇവരുടെ ശക്തിയെ, അല്ലെങ്കിൽ ഇവരുടെ ആ വിശ്വാസത്തെ, ആത്മാവില്ലാത്ത സംസ്കാരത്തെ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് യൂറോപ്പിൽ കാണുന്നത്. പിന്നെ ഞാനൊരു പോളണ്ടിലടക്കം സംഭവം ഉണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഒരു 19 വയസ്സുകാരൻ ആക്രമിച്ചു എന്നുള്ളൊരു വലിയൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല സംഭവങ്ങളും ഇവർക്കെതിരെ വരുന്നു. കാരണം ദൈവത്തിൻ്റെ ശക്തി ശക്തിച്ചിട്ടില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എണ്ണവും കുറഞ്ഞു, ദൈവത്തെ അവർ വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട്, അതായത് ശക്തനായവനെതിരെ പൊരുതണമെങ്കിൽ അതിനേക്കാൾ ശക്തനായവനെ നമുക്ക് വേണം. ശക്തനായ ദൈവമുണ്ട്, പക്ഷേ ആ ശക്തനായ ദൈവത്തെ വിളിക്കുവാൻ ഒരുപക്ഷെ ഇപ്പോഴും യൂറോപ്യന്മാർ, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ജനങ്ങൾ താല്പര്യക്കുറവ് കാട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ക്രൈസ്തവ വേരുകൾ എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരങ്ങൾ മാത്രം സംരക്ഷിച്ചതുകൊണ്ട് ഒരിക്കലും
യൂറോപ്യൻ ജനതയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ യഥാർത്ഥത്തിൽ തിരിച്ച് അവരുടെ പിതാക്കന്മാർ അവർക്കുണ്ടായിരുന്ന ഒരു വിശ്വാസ സമ്പത്ത്, ദൈവത്തിലുള്ള സത്യവിശ്വാസം ഏറ്റുപിടിച്ചാൽ മാത്രമാണ് അവർക്ക് തിരികെ വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പിന്നീട് ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ ഇവർക്ക് വലിയ അടിമത്തം, ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം, പഴയ നിയമഗ്രന്ഥത്തിൽ ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവർക്ക് വലിയ അടിമത്തം ഈ ഇസ്രായേൽ ജനതയ്ക്ക് വന്നതിന് ശേഷം ഇവർ ബാബിലോൺ നദികളുടെ മുമ്പിലൊക്കെ കരയുന്നു, അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പറയുന്നുണ്ട്, സർവശക്തനായ ദൈവമേ, സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങളുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പിന്നീടുള്ള തലമുറ വിലപിക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഇനി വരുന്ന ജെൻസി തലമുറകൾ ക്രൈസ്ത വിശ്വാസത്തിൽ വരുന്നൊക്കെ പറയുന്നുണ്ട്. വിലപിക്കാൻ പോകുന്നത് ഈ ജെൻസി തലമുറകളായിരിക്കും. ഇതിൻ്റെ ഒരു മഹാവിപത്ത് അനുഭവിക്കാൻ പോകുന്നത് ഇനിയുള്ള തലമുറകളായിരിക്കും, പൂർവ്വപിതാക്കന്മാർ ചെയ്ത തെറ്റുകളൊക്കെ. ഒരു പക്ഷേ മിസ്റ്റർ റോബിൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിന് തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട്, തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് കറക്റ്റാണ്. ലാസ്റ്റായിട്ടൊരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പറയുന്ന പാരീസിൽ അല്ലെങ്കിൽ ഫ്രാൻസിലെ ഗവൺമെൻറ് ഈ സെക്യൂരിറ്റി ത്രെട്ട് മൂലം ഇത്തരം ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇവർ ഇത് ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നു, ആ കാരണങ്ങളെയാണ് ഇവർ ക്യാൻസൽ ചെയ്യേണ്ടത്. അതിലേക്ക് ഇവർ ഇപ്പോഴും പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ ഒരു തീവ്രവാദ ഭീഷണി വരുന്നു, ഓക്കെ അപ്പാടെ അങ്ങ് ക്രിസ്മസ് ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യാം, ന്യൂ ഇയർ ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യാം. അതിനേക്കാളൊക്കെ ഉപരി ഇത് ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്യൂരിറ്റി ത്രെട്ട് ഉയർത്തുന്നത് ആരാണ്? അവർക്കെതിരെ ഒരു ക്രിയാത്മകമായിട്ട് ക്യാൻസൽ ചെയ്യാൻ കാണിക്കുന്നതിൻ്റെ ഒരു ആവേശത്തിൻ്റെ ഒരംശം പോലും കാണിക്കുന്നില്ല എന്നതാണ് മറ്റൊരു ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ അധിനിവേശങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുക എന്നതാണ്. ഈ ഭയപ്പെടുത്തി ആ ഓരോ പ്രദേശത്തിൻ്റെയും തനതായിട്ടുള്ള സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ അതങ്ങ് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഓരോ അധിനിവേശത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അത് യൂറോപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, മറ്റ് മത ആഘോഷങ്ങളും മറ്റ് പല കാര്യങ്ങളും മറ്റ് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ഒക്കെ യൂറോപ്പിൽ നടക്കാറുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ക്രിസ്മസ് മാർക്കറ്റുകളെ, ക്രിസ്മസ് ആഘോഷങ്ങളെ മാത്രം ഈ കൂട്ടർ ടാർഗറ്റ് ചെയ്യുന്നു? അതിൽ നിന്നും വ്യക്തമാണ് ക്രിസ്തു വിരോധികളാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു മഹനീയത അല്ലെങ്കിൽ മഹത്വം ആരൊക്കെയാണോ അസ്വസ്ഥപ്പെടുത്തുന്നവർ, അവർ തന്നെയാണ് ഈ ക്രിസ്മസ് മാർക്കറ്റുകളെയും ക്രിസ്മസ് ആഘോഷങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ ജനനം എന്ന ആ ഒരു സദ്വാർത്ത ആരും ഈ ലോകത്ത് ആഘോഷിക്കരുത് എന്ന ആ ഒരു തീട്ടൂര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ നടപടികളുടെ ഒരു ടെസ്റ്റ് ഡോസുകൾ, സാമ്പിൾ ഡോസുകളാണ് യൂറോപ്പിൻ്റെ മണ്ണിൽ നാം കാണുന്നത്. അത് അടിയന്തര പ്രാധാന്യത്തോടെ അതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യൂറോപ്പിൻ്റെ മണ്ണിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരീക്ഷണം മറ്റു പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതി. യൂറോപ്പിൽ ഈ രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇന്ത്യയിൽ വേറെ ഒരു രീതിയിലായിരിക്കും നമുക്കത് കാണാൻ സാധിക്കുക. ആത്യന്തികമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ എല്ലാ തനിമയും എല്ലാ തുടുപ്പുകളും എല്ലാ അവശേഷിപ്പുകളും ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതാണ്. അത് അടിയന്തര പ്രാധാന്യത്തോടെ വിവേകത്തോടെ അതായത് ഭരണകൂടങ്ങൾ അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിൻ്റെ ഒരു ഘട്ടം വരെ വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ ഇസ്ലാമിക തീവ്രവാദികൾ ടാർഗറ്റ് ചെയ്തത് യഹൂദരെയായിരുന്നു. വലിയ രീതിയിലുള്ള യഹൂദ വിരുദ്ധതയുടെ മറവിൽ യഹൂദരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള നീക്കം അതിപ്പോഴും പല രീതിയിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്ത യഹൂദർ, അന്നവർ യഹൂദരെ തേടി വന്നു, ഇന്നവർ തേടി വരുന്നത് ക്രൈസ്തവരെ തന്നെയാണ്. അത് യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ അവർ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി ക്രൈസ്തവർക്ക് നേരെയുള്ള അധിനിവേശ ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ജാഗ്രത എന്നതിനേക്കാൾ ഉപരി ഇനിയൊരു പ്രവൃത്തി പദത്തിലേക്ക് ഇക്കൂട്ടർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടിയിരിക്കുന്നു. അത് സ്വീകരിച്ചില്ലെങ്കിൽ യൂറോപ്പിൽ നിന്നും ഒരുപക്ഷെ എന്നേക്കുമായി ക്രൈസ്തവ വേരുകൾ അറ്റ് പോയേക്കാം. ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തുർക്കിയിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സിറിയയിലും ലബനോനിലും എന്താണ് സംഭവിച്ചത്, അതിൻ്റെ തനി ആവർത്തനം ഫാക്ടറി ഓഫ് സെയിൻസ്, കാത്തലിക് സെയിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന യൂറോപ്പിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുവാൻ, ആ ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുവാൻ ഇങ്ങനെ കാത്തിരിക്കുന്നവർ, അത് നടത്തുന്നവർക്ക് നേരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയുള്ള നടപടികൾ തന്നെയാണ് യൂറോപ്പിലെ ഭരണകൂടങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.